don't drink and video record edukada. Sorry? Video record. Don't shoot video. Okay, no problem. Idella police help agara. No problem. Thank you. Kitchen ada kudungo. Kitchen guys, ഞങ്ങളെ രണ്ടുപേരെ ട്രീറ്റ് ചെയ്യാൻ ഇവിടെ 1 2 3 4 പേര് വന്നിക്കണേ. ഡേ 13 എല്ലാവർക്കും സ്വാഗതം. കേരള, ഭൂട്ടാൻ, നാഗാലാൻഡ്. നമ്മളിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയാണ്. ഇന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് ആന്ധ്രയിലോട്ടുള്ള യാത്ര തുടങ്ങുക. ആന്ധ്രയിൽ എവിടെ എത്തുന്നൊന്നും നമുക്കറിയത്തില്ല. എത്തുന്നിടത്ത് എത്തട്ടെ. നെല്ലൂർ എത്തണം എന്നാണ് ഞങ്ങളൊരു ആഗ്രഹം. ഈ ഒരു ജീപ്പായിട്ട് നമുക്ക് ഡെയിലി മാക്സിമം 400 to 500 കിലോമീറ്റർ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ഈ ജീപ്പിനെ പുഷ് ചെയ്യുന്നില്ല. അപ്പം ഇതാ നമ്മൾ ഫുൾ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെയാണ് നിന്നുകൊണ്ടിരുന്നത്, പോണ്ടിച്ചേരി, ഒരു മലയാളീൻ്റെ ഒരു ഹോം സ്റ്റേ സെറ്റപ്പിൽ. അപ്പോൾ കിടിലൻ പ്രോപ്പർട്ടി ആണ്. അപ്പം പോണ്ടിച്ചേരിയൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാം. കിടിലനാണ്. ഞങ്ങളെ പുതിയ യൂണിഫോം അക്കീർ പൊട്ടന്മാരെ കളി കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് കുറച്ച് മെച്യൂരിറ്റി ആക്കിയിട്ട് സംസാരിക്കാം. എന്തിന്, ആർക്ക് വേണ്ടി? ഞാനായിട്ടിരിക്കണല്ലേ നല്ലേ. ടൈം അയക്കുന്നത് ഇനി ബൈ പറഞ്ഞേ പറ്റുള്ളൂ. പോവാണ്. 7 മണിക്ക് ഇറങ്ങാൻ നിന്നാണ്, പറ്റില്ല. അപ്പം അമീൻ ബ്രോ കാണാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ പമ്പ് ഉണ്ട്. അപ്പം ആദ്യമേ പറഞ്ഞത് ഇത് പോണ്ടിച്ചേരിയിൽ വരുന്ന പമ്പാണ്, വില കുറവുണ്ട്. ഇവിടെ 86 രൂപയുള്ളൂ എന്തിന്, ഡീസലിന്. അപ്പോൾ നമ്മളത് ഫുൾ ടാങ്ക് ആക്കുക. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ഓൾറെഡി ഫുള്ളാണ്. ഓൾമോസ്റ്റ് കുറച്ച് എന്തായാലും അടിച്ചാൽ മതി. ഒരു 10-15 ലിറ്റർ ആകുമ്പോൾ ഫുള്ളാവുന്നതാണ് എൻ്റെ ഒരു ഇത്. നമ്മളിത് ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ ഹൈവേ ഡയറക്റ്റ് ചെന്നൈ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഡീവിയേഷൻ വരും, പക്ഷേ നമ്മളിങ്ങനെ റോഡ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ട. ഇതിങ്ങനെ ചെന്നൈയിലോട്ട്, അവിടുന്ന് പിന്നെ ചെന്നൈ ടു കൊൽക്കത്ത ഹൈവേ ഉണ്ട്. അവിടുന്ന് പിന്നെ അതിങ്ങനെ ഡയറക്റ്റ് ആയിരിക്കും. നമ്മൾ ആ ഹൈവേ പിടിക്കുകയാണ്. റോഡ് പണിയൊക്കെ ഉണ്ടെങ്കിലായിരിക്കും മോശം, ഇല്ലാണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ ഹൈവേ കൂടെ ഇങ്ങനെ പറന്ന് പോട്ടെ. ഇല്ല സാർ, ഓൾ ഇന്ത്യ പോയിട്ട് ഇருக்கு സാർ. Wait. Sir, not allowed for Pondicherry liquors. We don't drink and we YouTube. We are going to Kolkata. Okay, my duty for vehicle check. Okay, no problem. We have to go. Check. Okay. Back. Open. Here, you open. Back. Okay. Thank you, sir. No problem. Pondicherry border. Okay. Porter, this is Porter. Sir, Pondicherry liquors Okay. not allowed for Tamil Nadu. Oh, okay. Okay, no problem. Thank you, sir. Thank you, sir. Sir, your bottle?
Sir, your bottle. നോ ബോട്ടിൽ ഗൈസ് പോലീസ് പിടിച്ച് അതായത് പോണ്ടിച്ചേരി എന്നുള്ള സാധനങ്ങളൊന്നും കിടത്താൻ പാടില്ല അവിടെ വില കുറവാണല്ലോ What is this? അപ്പോൾ തമിഴ്നാട്ടിലോട്ട് അതിന് വേണ്ടി ചെക്ക് ചെയ്ത് വേറെ സീനൊന്നുമില്ല Wait, what is this? അഗൈൻ ആ യൂട്യൂബ് താങ്ക് യു Kitchen ஏதாவது கொடுங்கோ ആ കിച്ചനാ பாஸ் வீடியோ ரெக்கார்ட் எடுக்காத Sorry? வீடியோ ரெக்கார்ட் ഡോണ്ട് ഷൂട്ട് വീഡിയോ Okay, no problem. இதெல்லாம் போலீஸ் ஹெல்ப்பா கேக்குறான் இதெல்லாம் போடாத Okay. எந்த ஸ்டேட் ഞാൻ വന്ന് കേരള ഇപ്പം വന്ന് നാഗാലാൻഡ് ഇപ്പം നാഗാലാൻഡ് தான் போயிட்டு இப்போ என்ன மாதிரி ஒர்க் எல்லாம் பண்ணுவீங்க யூடியூப் தான் ட்ராவல் கண்டென்ட் யூடியூப்னா எப்படி புரியல அது விளக்கத்தை சொல்லு அது வந்து யூடியூப்ல வீடியோ போடும்போது யூடியூப்ல பரிசம் பார்க்கல வீடியோ ஆமா அப்பா அதில் இருந்து வருமானம் ஆஃப் பண்ணிடலாம் ഓഫ് பண்ண முடியாது ഇത് എഞ്ചിന് പിന്നെ അതിന് ശമ്പളം கிடைக்கும் നമുക്ക് ஒரு பாப்பா டான்ஸ் ஆடுது அத நீங்க அந்த மாதிரி பറ്റാது அது காப்பிரைட் கிடைக்கும் சாங்க்கு டான்ஸ் மட்டும்தான் ஓகே சவுண்டு பாட்டு இட முடியாது இந்த மாதிரி வ்ளாகிங்கெல்லாம் கிடைக்கும் பைசா கிடைக்கும் யூடியூப்ல டாப்ல இருக்கு இப்பதான் எவ்வளவு பேர் லைக் பண்றாலும் அந்த அளவுக்கு காசு ஆகும் சப்ஸ்கிரைப் பண்ணுங்க லைக் பண்ணுங்க ஷேர் பண்ணுங்க சம்பளம் Thank you, sir. Very good, thank you. வாங்க நெக்ஸ்ட் வரீங்களா Sure. Thank you, sir. Thank you. All the best. Thank you. So guys, നല്ല പോലീസുകാർ എന്തൊക്കെ വരുമാനമൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചാൽ ഇന്നത്തെ യാത്ര ഇങ്ങനെ ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിലോട്ട് ഇനിയുണ്ട് ഏകദേശം 80 കിലോമീറ്റർ ആ ലെവലിലോട്ടുണ്ട്. നമ്മൾ ഹൈവേ കൊണ്ട് നല്ല രസമുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ ടോൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 ദിവസമായിട്ട് ഉണ്ടാവുള്ളൂ. തമിഴ്നാട്ടിൽ കയറിയതിന് ശേഷം ഇപ്പോൾ ഒരു 1000 റുപ്യേൻ്റെ അടുത്ത് നമ്മൾ ടോൾ കൊടുത്ത്. നല്ല റോഡാണ്, പക്ഷേ അതിനനുസരിച്ച് നമ്മൾ പൈസ അടിക്കണം. പൈസ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുക. ടോൾ എന്തോരം ടോൾ അറിയുമോ? പക്ഷെ എല്ലായിടത്തും ഇങ്ങനെ 4 ലൈൻ റോഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് രസം. പിന്നെ ഹീറ്റിംഗ് ഉണ്ടോ? ഇതുവരെയാണ് ഹീറ്റിംഗ് ഉള്ളത്. ഇത് സീനുണ്ടോ ഗൈസ്? ഇത് ഓക്കെ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. வந்து ஆந்திரா போயிட்டு இருக்கு. பாண்டிச்சேரி போயிடுச்சு. இதுக்கப்புறம் சென்னை, ஆந்திரா, விஜயவாடா. இவர் வந்து நாகாலாந்து. சைனா மாதிரி இருக்குல்ல? ஏ சൈനി കാറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയതിന് ശേഷം നമ്മൾ കാറ്റ് ചെക്ക് ചെയ്തില്ല. നിങ്ങളുടെ പേര്? തിരുമാൾ. പുള്ളി മൂന്നാർ റൈറ്റ്? മൂന്നാറിലായിരുന്നു. വരുന്ന വഴിക്കൊന്ന് ജസ്റ്റ് നിർത്തിയതാണ്. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് പിന്നെ ഇതിനൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർ വരും. ഹലോ, മലയാളിയാണോ? എങ്ങോട്ടാ? ചെന്നൈയിലോട്ട്. ഓക്കെ. ഇല്ല, നമ്മൾ ഇന്നലെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ നിർത്തുന്നേ, ഒന്ന് കൂളായിക്കോട്ടെ വിചാരിച്ചിട്ട്. അത് ശരി. എവിടെ നാട്? കാസർഗോഡ്. ഓക്കെ. എന്നാ നടക്കട്ടെ, കാണാം. ഓക്കെ. ഇപ്പോൾ ഇതാ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു വണ്ടി. വന്ന് നിർത്തിയിട്ടേ AC ഇട്ടേക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കൈയിട്ടപ്പോൾ നല്ല സുഖം, പുറത്തെടുക്കാൻ തോന്നില്ല. ഇത് ചൂടെടുത്തിട്ട് നമ്മൾ അക്കീർ ലെറ്റ്സ് ഗോ ഓർ വി നീഡ് ഓപ്പൺ, ജസ്റ്റ് ഓപ്പൺ വിത്ത് ക്ലോത്ത് മാൻ. യോ ചാപ്രി, അയ്യോ. Just close it, okay? This guy will kill me one day. അങ്ങനെ നമ്മൾ ചെന്നൈ പട്ടണത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അവിടെ ഇങ്ങനെ ഇരിക്കും. വെല്ലൂർ 113, ഒസൂർ 285, ബാംഗ്ലൂർ 315 കിലോമീറ്റർ ഗൈസ്. അപ്പോൾ നമ്മൾ ചെന്നൈ പട്ടണം ഇനി 50 കിലോമീറ്റർ കൂടി ഉള്ളൂ. പക്ഷേ നമ്മൾ സിറ്റീൻ്റെ അകത്തോട്ട് കയറുന്നില്ല. നമ്മൾ ഔട്ടർ സിറ്റിയിലോട് കൂടി നമ്മൾ എങ്ങോട്ടേക്ക് പോകും?
നെല്ലൂർ ആന്ധ്രാപ്രദേശ് ഏരിയയിലോട്ട് പോകും. ആ ഒരു ബോർഡറിലോട്ടാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ എന്ത് വന്ന് തുടങ്ങിയാണ്, ബ്ലോക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെച്ച് പിടിക്കാം. നമ്മൾ ചെന്നൈ പട്ടണത്തിൻ്റെ തിരക്കിലോട്ട് കയറിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. ഒന്നും പറയണ്ട, ചൂടും പുകയും. അതായത് ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരുട്ട് മൂടി കിടക്കാൻ പറ്റും. ഹ്യൂമിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. എൻജിൻ നിന്നുള്ള ചൂടും പുറത്തുനിന്നുള്ള ചൂടും മൊത്തത്തിലായിട്ട് പുകയാണ്. ഞങ്ങൾ നല്ല രസമുണ്ട്, ചുറ്റിങ്ങനെ പുകയും. പിന്നെ ചെന്നൈ നിങ്ങൾ വരാത്തവരുണ്ട്, ചെന്നൈയൊക്കെ വരാത്തവരുണ്ട്. ചെന്നൈ രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. കുറേ ഫുഡ് സ്ട്രീറ്റൊക്കെ ഉണ്ട്. താമ്പരം OMR സ്ട്രീറ്റിൻ്റെ ഒക്കെ അവിടെ ഉണ്ടല്ലോ, ഒരു വെറൈറ്റി ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് ചെന്നൈക്ക് പറയാനുള്ളത്. ചെന്നൈൻ്റെ പഴയ വണ്ടീൻ്റെ കളർ നോക്കിയേ, ബസ്സിൻ്റെ. ഇപ്പം എല്ലാം മാറ്റിയിട്ട് പിന്നെ മഞ്ഞ കളറാക്കി മാറ്റിയിട്ടുണ്ട്. വരും വെറൈറ്റി കളറാക്കിയിട്ടുണ്ട്. അപ്പം ബാംഗ്ലൂരിൽ അത്ര അല്ല ഓണടി, എന്നാലും അത്യാവശ്യം ഓണടിക്കുന്നുണ്ട്. ഞാൻ ചെന്നൈയിൽ ആദ്യമായിട്ട് വരുന്നത് 2019 ആദ്യമായിട്ട് ഞാൻ ചെന്നൈക്ക് വരുന്നത്. അതിനുശേഷം ഒരുപാട് തവണ ഞാൻ ചെന്നൈക്ക് വന്നിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് കയറാനും പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ എക്സാമിനും പിന്നെ റൈഡായിട്ടും അങ്ങനെ ഒരുപാട് തവണ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ചെന്നൈ എത്ര വട്ടം വന്നതെന്നൊന്നും കൃത്യമായിട്ട് പറഞ്ഞറിയാൻ അറിയില്ല. എന്തായാലും ടൗണിൽ കൂടെ നല്ല ബ്ലോക്കിലാണ്. ഇനി ഒരു 3.5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ചെന്നൈ ടൗണിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട, എന്നിട്ട് ഔട്ടർ റിംഗ് റോഡിൽ കൂടെ വേണം ആന്ധ്രാപ്രദേശിലോട്ട് പോയി. നമ്മളിപ്പോൾ ചെന്നൈ ടൗണിലോട്ട് പോവുകയാണെങ്കിൽ ഈ മേലെ കയറുന്ന ഫ്ലൈ ഓവർ ഉണ്ടല്ലേ, അതിലൂടെ കയറിയിട്ടാണ് പോകേണ്ടത്. അതിങ്ങനെ ചെന്നൈ ടൗണിലോട്ടാണ്. ഇനിയും 32 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഔട്ടർ റിംഗ് റോഡ് കയറിയിട്ടുണ്ട് ചെന്നൈൻ്റെ. നിങ്ങൾ ആലോചിക്കണം, ഔട്ടർ റിംഗ് റോഡ് 48 കിലോമീറ്ററാണ്. അപ്പോൾ ചെന്നൈ സിറ്റീൻ്റെ ഒരു വലുപ്പം ആലോചിച്ചേക്ക്. മിനിമം 50 കിലോമീറ്റർ തന്നെ ഉണ്ടാവും ചെന്നൈ സിറ്റി. എൻ്റെ 50 കിലോമീറ്റർ ഉണ്ടാവും. കൊള്ളാം. അത്രക്കും വലുതാണ് ഔട്ടർ റിംഗ് റോഡ്. അപ്പോൾ ബ്ലോക്കിലാണ്, ഇവിടെ എന്തോ സിഗ്നലാണ്, അപ്പോൾ ടൈം എടുക്കും. അപ്പം ചെന്നൈ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാടിൻ്റെ ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ സിറ്റി. എല്ലാം ചെന്നൈ ആണെന്ന് പറയാം. എന്തോരം പടങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിരിക്കണേ. അതായത് മിനി ശ്രീനിവാസൻ്റെ സെക്കൻഡ് ഹോം അല്ല, ഫസ്റ്റ് ഹോം ചെന്നൈയും സെക്കൻഡ് ഹോമാണ് കേരളം. മിനി ശ്രീനിവാസൻ്റെ ഒരുപാട്. ചെന്നൈ പട്ടണം എനക്കും കിട്ടണോ, ആ പാട്ടൊക്കെ കേട്ടില്ലേ? അതൊക്കെ വിടുന്നതാണ് ഗൈസ്. ഔട്ടർ റിംഗ് റോഡ് കയറി കഴിഞ്ഞപ്പോണ്ടല്ലോ, ഇതാണ് ഗൈസ് ഔട്ടർ റിംഗ് റോഡ്. ഏതാ രസം, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക ഔട്ടർ റിംഗ് റോഡ്. ഇപ്പോൾ പോകും, ചിലപ്പോൾ ബ്ലോക്ക് വരെയായിരിക്കും. ഇല്ല, ഇതുവരെ ബ്ലോക്കൊന്നും വന്നില്ല. നല്ല റോഡ് നേരെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഒന്നുകൂടി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. 80 കിലോമീറ്റർ ആക്കിയിട്ടുണ്ട് ജീപ്പ്. 70 നിന്ന് 80. എന്നാലേ നമ്മൾ എത്തുള്ളൂ ഓരോ സ്ഥലത്ത്. ബെൻസൊക്കെ പറന്ന് പോവാ. നമ്മളിവിടെ ഇങ്ങനെ കൊള്ളാം. ചെമ്പയിലൊക്കെ പോകുമ്പോൾ തരാം, വണ്ടി ഒരു വെട്ടല, ഒരു മിനിമം സ്പീഡിൽ ഇങ്ങനെ പോകാൻ പോകും. ചെന്നൈ പട്ടണം നിങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും കാണാൻ വേണ്ടി പറ്റും. റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ചെന്നൈ പട്ടണം. സോ ഗൈസ്, നമ്മളിതാ ചെന്നൈ ഔട്ടർ റിംഗ് റോഡ് ഇറങ്ങി ഇതാ ഇനി നെല്ലൂർ ഹൈവേയിലോട്ട് കയറുകയാണ് കേട്ടോ. ചെന്നൈ നെല്ലൂർ ഹൈവേ അതായിരിക്കും ഇപ്പം നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. ഈ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ആ നെല്ലൂർ ഹൈവേയിലോട്ട് കയറുക. ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ 1:30 മണിയായി. നമ്മൾ 9:15 ഇറങ്ങിയാണ്. 10:15, 11:15, 12:15, 1:15, 4.5 മണിക്കൂറായി. എൻ്റെ ഗായ്സ്, എത്രങ്ങാണ് ടോളാ കൊടുക്കുന്നറിയോ? ടോള് ഈ 48 കിലോമീറ്റർ ഉണ്ടായിരുന്ന ഔട്ടർ റിംഗ് റോഡിൽ 3 ടോളാണ് ഉണ്ടായിരുന്നു. 3 ടോള്. അടിപൊളി. നമ്മളിതാ ഇതിലോട്ട് കയറിയിട്ടുണ്ട്. അടുത്ത ടോളിതാ കയറിയ പാടെ ടോളാ, അടിച്ചിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പണ്ട് ബൈക്കായിരുന്നപ്പോഴല്ലോ, ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടും കൂടിയില്ല. ടോൾ എന്ത് ടോള് അടിക്കുക. പിന്നെ
തമിഴ്നാട് ബോർഡർ വിട്ടിട്ട് ആന്ധ്രാപ്രദേശിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. വി ആർ എൻട്രിങ് ടു ആന്ധ്രാപ്രദേശ് ഗൈസ്. ഇതാട്ടോ നമ്മളത് ആന്ധ്രാപ്രദേശിലോട്ട് കയറുകയാണ്. ഈ പാലമാണ് തമിഴ്നാടു ആന്ധ്രാപ്രദേശിൻ്റെ ബോർഡറായിട്ട് വരുന്നത്. തമിഴ്നാടു ഭുവനേശ്വർ 180 കിലോമീറ്റർ, കൊൽക്കത്ത 1618. വെൽക്കം ടു ആന്ധ്രാപ്രദേശ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് കയറിയിട്ട് ഒരു 2 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഒരു സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പ് കുറച്ച് കൂടിയോ, ഈ ഇതില്ലേ റോഡിൻ്റെ ടാർ കുറച്ചും കൂടി കറുപ്പായിട്ടുണ്ട്. പിന്നെ നടുവിലൊക്കെ ഫുള്ള് പൂവൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല സ്മൂത്ത് റോഡ്. നമ്മളെ വണ്ടി ഇതാ പോടാൻ തുടങ്ങിയിട്ട് 4.5 മണിക്കൂറായി. അപ്പം കുറച്ച് നേരം ആശാനൊന്ന് തണുക്കട്ടെ, എന്നിട്ട് എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ഞാനെന്നും വന്നിട്ട് പട്ടി മണക്കണ പോലെ മണത്ത് നോക്കൂ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ല് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കരിഞ്ഞ സ്മെല്ല് അതൊന്നുമില്ല, ഓൾ കൂളാണ്. ചായ് ഓക്കെ. ഇവിടെ ഫസ്റ്റ് ആന്ധ്ര ചായ്, ഫസ്റ്റ് ആന്ധ്ര ചായ് വിൽ ഡ്രിങ്ക്. ഹലോ హలో సార్, చెప్పు. హర్యానా సార్, హిందీ. ఐ థింక్ ఈస్ ఫ్రమ్ ఆంధ్రప్రదేశ్. వీ నీడ్ టు స్టడీ సమ్ తెలంగాణ మ్యాన్. నో 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 తెలుగు చాయ్. നോ നോ കേരള ചായ ഓൾസോ. സി ഗൈസ്, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഫസ്റ്റ് ചായ ഫ്രം ആന്ധ്രാപ്രദേശ്. ഏലക്കായൊക്കെ ഇട്ട് മസാല ചായ. ഇറ്റ്സ് ഗുഡ് മാൻ, വെരി ഗുഡ്. അപ്പം ബാക്ക് ടു ഹൈവേ ഗൈസ്. എന്താണ് തമിഴ്നാടും ഇവിടെയുള്ള ഹൈവേൻ്റെ വ്യത്യാസമൊക്കെ എന്നൊക്കെ നിങ്ങൾ നോക്കി. ഒരു കറുപ്പ് കളറായിട്ട് എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ. പിന്നെ മരങ്ങളൊക്കെ ഒന്ന് കൂടിയിരിക്കണേ. അപ്പം നമ്മൾ ബോർഡർ വിട്ടിട്ട് കുറച്ചേ വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ ആ കുടിച്ച ചായക്കടക്കാരൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത് തമിഴ്നാട് പോലെ തന്നെയാണ് ഈ ഒരു 5-10 കിലോമീറ്റർ. കാരണം തമിഴാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുക. പക്ഷേ ബോർഡൊക്കെ കന്നഡയിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഫുൾ ആന്ധ്രയാണ്. പിന്നെ ആന്ധ്രാപ്രദേശിൽ എല്ലാവരും സംസാരിക്കുന്ന ഭാഷ തെലുങ്കാണ്. അപ്പോൾ തെലുങ്ക് കുറച്ച് പഠിക്കണം. അതിലുള്ള ഉത്തരപ്പാടിലാണ് ഞങ്ങൾ. ഇനി അടുത്ത 2-3 ദിവസം ആന്ധ്രാപ്രദേശ് ഫുള്ള് കവർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങണം എന്നല്ല, ഇവിടുന്ന് നേരെ വിജയവാഡ, അവിടുന്ന് അടുത്ത് വിശാഖപട്ടണം, പിന്നെയാണ് നമ്മൾ ഒഡീഷയിലോട്ട് കയറുക. അപ്പോഴാണ് ഭുവനേശ്വറിൽ എത്തുന്നതെന്ന് തോന്നുന്നത്. ബാക്കിയെല്ലാം ആന്ധ്രാപ്രദേശിൻ്റെ അണ്ടറിലാണ് വരുന്നത്. എന്തായാലും അടിപൊളിയാണ്. നമ്മൾ കയറിയിട്ടുണ്ടായവേ. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. ഇന്നിപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ വെച്ചത് നെല്ലൂരാണ്. നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഡെസ്റ്റിനേഷൻ വെച്ചത്. അതൊരു 4:30-5 മണിയാകുമ്പത്തിന് എത്തും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി മുന്നോട്ട് പിടിച്ചിട്ട് വണ്ടി ഒരു 8 മണി വരെ ഓടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കഷനിലാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നോക്കി നോക്കട്ടെ കേട്ടോ. നമ്മളിത് അവിടുത്തെ മേജർ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മേജർ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇപ്പം ലോറിക്കാർക്കൊക്കെ ഇവിടെ നിർത്തേണ്ടി വരും. നമ്മൾ ഇവിടെ നിർത്തേണ്ടി വരില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ലോറി മൊത്തം നിർത്തിയിട്ടിരിക്കുകയാണ്. ചെക്കിംഗ് ആണ്, പോലീസിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതാ പോകുന്നു. നമ്മളിതാ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലെ ചെന്നൈ ടു കൊൽക്കത്ത വരെ ഇങ്ങനെയാണ് കേട്ടോ. കിഡ്ലൻ ഹൈവേ ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് റോഡ് പണി നടക്കുന്നുണ്ടാവും, അവിടെയൊക്കെ മോശം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് AH ഹൈവേ ആണ്. അതായത് നമുക്ക് സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, അതുപോലെ തന്നെ ഏഷ്യൻ ഹൈവേ ഒക്കെ ഉണ്ട്. ഏഷ്യൻ ഹൈവേ ഉണ്ട്. അതായത് പിന്നെ ഇവിടുന്ന് ശരിക്കും ആ റൂട്ട് ഒരു മോദി സർക്കാരിൻ്റെതും നമ്മളെ ബാക്കി എല്ലാ സർക്കാരിൻ്റെതും ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഏഷ്യൻ ഹൈവേ. അതായത് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അത് മ്യാൻമാർ വഴി അങ്ങ് സിംഗപ്പൂർ വരെ പോകുന്ന ഹൈവേ. അതൊക്കെ വരികയാണെങ്കിൽ നല്ല രസമാണ്. മ്യാൻമാറിലാണ് എനിക്ക് തോന്നുന്നു കുറച്ച് പ്രശ്നങ്ങളുള്ളത്. തായ്ലാൻഡ്, മലേഷ്യ, സിംഗപ്പൂർ വരെ എത്താൻ നമുക്ക് റോഡ് മാർഗം പോവുകയാണെങ്കിൽ എല്ലാം സെറ്റപ്പാണ്.
അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹൈവേ. നല്ല രസമുണ്ട് കേട്ടോ, വണ്ടികളൊക്കെ കുറച്ച് കുറവാണ്. നല്ല സ്മൂത്ത് റോഡ്, തമിഴ്നാടിനെക്കാട്ടി സ്മൂത്ത് റോഡ്. അതായത് ഇങ്ങനെ ജെർക്കിങ് ഒന്നുമില്ല, ഇതിങ്ങനെ സ്മൂത്തായിട്ട് പോകണം. അപ്പോൾ ഞങ്ങളൊരു 70-75 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നെല്ലൂർ കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പം. നോക്കട്ടെ ഗൈസ്, എന്തായാലും അടിപൊളി റോഡ്. സോ ഗൈസ്, നമ്മൾ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തി 4:20 എത്തി. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അടുത്ത സ്ഥലത്തോട്ട് വെച്ച് പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെ പ്ലാനിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിരിക്കുകയാണ്. നമ്മൾ ഒങ്കല എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഒരു മലയാളി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളീനെ വിളിച്ചു. അപ്പോൾ വിജയവാഡയാണ് പുള്ളി. അപ്പോൾ ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ, രാത്രി 9:15 അമ്മ അവിടെ എത്തും എന്നാണ് ഈ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ അതൊരു 10:30 കൂട്ടിയാൽ മതി. അപ്പം നമ്മളിവിടുന്ന് നേരെ വിജയവാഡയ്ക്ക് ഇനിയും 300 കിലോമീറ്റർ ഓടാനുള്ള പരിപാടിയിലാണ്. പിടിക്കുക അങ്ങോട്ട്, നല്ല ബട്ടർ സ്മൂത്ത് റോഡായതുകൊണ്ട് പിടിക്കാന്നുള്ള രീതിയിലാണ്. പിന്നെ കുറേ പേര് ചോദിച്ച്, എല്ലാം ഇത്രയും പൈസ ഉണ്ടാക്കണില്ലേ, നിങ്ങൾക്ക് വല്ല ഹോട്ടലിലും കയറി നിന്നാൽ പോരെ എന്നുള്ളത്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ വയനാട്ടിലേക്ക് വരിക, ഞാൻ വയനാട്ടുകാരനാണ്, നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് പൈസ ഉണ്ട്, പക്ഷേ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. അവിടുത്തെ ലോക്കലായിട്ട് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് വയനാട് എങ്ങനെയാണ്, എവിടെ പോകണം, പൈസ ഉണ്ടെങ്കിൽ കാണാം. പക്ഷേ ഏത് ടൈമിൽ പോകണം, ഇന്ന ടൈമിൽ പോയി കഴിഞ്ഞാൽ ഇന്ന റെസ്റ്റോറൻറ്റിൽ ഇന്ന ഫുഡ് ഉണ്ട്, പിന്നെ ഇന്ന സാധനം കാണാൻ സ്ഥലമുണ്ട്, അതൊക്കെയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നതിൻ്റെ കാരണം മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്തൊരു നാടാണ് വിജയവാഡയൊക്കെ. ആൾക്കാർ ഇന്നലെയൊക്കെ മെസ്സേജ് അയച്ച് പേടിപ്പിക്കുകയായിരുന്നു, ആ ഹൈവേ സീനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ലോക്കലായിട്ട് ഒരാൾ ഉണ്ടെങ്കിൽ നമുക്കൊരു പേടിയില്ലല്ലോ. അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ഹെൽപ്പ് ചോദിക്കുന്നത്. പിന്നെ സന്തോഷമാണ്, അത്രേ ഉള്ളൂ. പിന്നെ റൂം എടുക്കാൻ പൈസ ഇല്ലായിട്ടൊന്നുമല്ല. അപ്പം അതെനിക്ക് പണ്ടേ ഇഷ്ടമാണ്, ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യാം. ഇപ്പോൾ പോയി കാണുന്ന ആൾ പുള്ളിക്ക് അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ സ്ഥലമൊന്നും കാണാൻ വേണ്ടി പോകില്ല, എന്നാലും നമുക്ക് മനസ്സിനുള്ളിൽ സേഫായിട്ട് തോന്നും. ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. നിങ്ങൾക്ക് അതൊന്നും തോന്നുന്നില്ല. നിങ്ങൾ പിന്നെ നമുക്കൊരു തോന്നലില്ലേ, നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്കൊരു പ്രതീക്ഷ, അവിടെ ഒരാളുണ്ട്, ഇല്ല നമ്മളെ ഭാര്യ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു പ്രതീക്ഷ ആരോ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇന്നത്തെ പ്രതീക്ഷ ബ്രോയാണ്, ബ്രോ അവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഹലോ ഒന്ന് വിളിക്കുക, ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതൊരു രസമാണ്. അത് ഹോട്ടലിൽ നിന്നാൽ കിട്ടൂല. ഹോട്ടലിൽ തപ്പി കണ്ടുപിടിച്ച് നിൽക്കണം, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല, സിമ്പിളൊക്കെയാണ്. പക്ഷേ ദിസ് ഈസ് പ്രതീക്ഷ ഗൈസ്, പ്രതീക്ഷ ഓളിൽ എല്ലാം. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടോ, എൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ ഒരു വൻ ബ്ലോക്കിലാണ് കുടുങ്ങിയിരിക്കുന്നത്. നോക്കി ഒരു 1.5 ബ്ലോക്ക്, ഏകദേശം ഒരു 5 മിനിറ്റ് അതിൽ കുടുങ്ങിയിട്ട് ഇനിയും ഒരു 10-20 മിനിറ്റ് എടുക്കും തോന്നുന്നു, അത്രയ്ക്കും ബ്ലോക്ക് ഉണ്ട്. അതായത് നടുവ് കൂടെ പാലുണ്ടായിരുന്നു, അപ്പോൾ ആ പാലത്തിൻ്റെ പണി നടക്കുക. അപ്പം ഈ സൈഡിൽ കൂടെ വേണം ടൗണിലേക്ക് പോകേണ്ടവരും, എല്ലാവരും കൂടി ഒരുമിച്ചായിട്ട് കയറിയിട്ട് ഫുള്ള് ബ്ലോക്കായി, അൽക്കുലത്ത് ബ്ലോക്ക്. അപ്പം കുറേ നേരം വെയിറ്റ് ചെയ്യണം. വിശന്നിട്ട് വയറ് തള്ളൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേ അടിപൊളിയാണ്, പക്ഷേ ഹൈവേയിൽ റെസ്റ്റോറൻ്റ് ഇല്ല, ഒറ്റയൊന്നുമില്ല. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് എവിടെയും കാണില്ല. ഒരു കടയും പോയിട്ട് ചായക്കട പോലും ഇല്ല. അപ്പോൾ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട്, ചിലതൊക്കെ ഉണ്ട്, പക്ഷെ അത് ഭയങ്കര വൃത്തിക്കുറവ്. വൃത്തിയില്ലാത്തൊന്നും കഴിക്കാൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറിനെന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പ് തന്നെ കുളവും. പിന്നെ ബാത്റൂമിലായിരിക്കും ട്രിപ്പ്. അതുകൊണ്ട് അത്ര വലിയ ടൂർ പോകാൻ ഇപ്പോൾ താല്പര്യമില്ല. എല്ലാ ബാത്റൂമിലും കയറി ഇറങ്ങിയിട്ടേ. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് കഴിക്കണം. അപ്പോൾ വയറ്റിലൊന്നുമില്ല. രാവിലെ 8:30 നമ്മൾ കഴിച്ച്, ഇപ്പോഴത്തെ സമയം എന്തായി, 6:30 മണിയായി. അപ്പോൾ എത്ര 9:00, 10:00, 11:00, 12:00, 1:00, 2:00, 3:00, 4:00, 5:00, 6:00, 10 മണിക്കൂറായി കഴിച്ചിട്ട്. 10 മണിക്കൂർ ഉണ്ട്. ടൗണൊക്കെ വേണ്ട അങ്ങോട്ടേക്കാ, റോഡിൻ്റെ 2 സൈഡിലായിട്ടാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കട്ടെ, അതാണ് ഇപ്പം ഇനി അടുത്ത പ്ലാൻ. జై శ్రీరామ్. హాయ్. జై శ్రీరామ్. జై శ్రీరామ్. ఎక్కడి నుంచి?
हिंदी 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 केरला केरला नागालैंड नागालैंड ये नागालैंड ओके थैंक यू अच्छा है आप सुधाकर सुधाकर प्रमीला सुधाकर प्रमीला सुधाकर आंध्रा 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 से गुड्डूर 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 ओके गुड्डूर अरे अरे ओके ओके नागालैंड से अच्छा है थैंक यू गिफ्ट क्राफ्ट फोटो ओके ओके സോ ഗൈസ് ഞങ്ങളിവിടെ നടുവിൽ ഒരാളെ പിടിച്ചു നിർത്തി നമ്മളെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അടിപൊളി ഫോട്ടോ അക്കീർ ओके सर थैंक यू सर फिर मुलाकात करेगा सेलिब्रिटी but we need food we need food guys ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ല ഒരു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 55 കിലോമീറ്റർ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ടാവും ഷോപ്പൊന്നുമില്ല ഒരു ഷോപ്പുമില്ല ഒന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ചിലത് കാണും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓപ്പൺ അല്ലാന്ന് വിചാരിച്ച് മിസ്സായി പോകും ലാസ്റ്റ് ഇതാ കിട്ടിയത് ഇതൊക്കെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വി ആർ റിച്ച് ഹിയർ വെരി റിച്ച് നോബഡി ഈസ് ഹിയർ അപ്പോൾ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യട്ടെ കുക്ക് ചെയ്യറത് അവിടെയൊക്കെ ഉണ്ട് ഗൈസ് ഒരു വട്ടം ഒരു പ്രശ്നം പറ്റിയോണ്ട് പിന്നീട് എപ്പോഴും ഞങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഓടിക്കുന്നത് ഇന്നിപ്പോൾ 600 കിലോമീറ്റർ നമ്മൾ ഓടിക്കണം അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ നേരത്തെ ഇതൊന്ന് തുറന്നിടാം ഒന്നുകൂടി പെട്ടെന്ന് തണുത്തോട്ടെ പിന്നെ റേഡിയേറ്ററിൻ്റെ മേലെ കുറച്ച് വെള്ളം ഒഴിക്കാനും ഒക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരം ഓക്കെ നോട്ട് ടു ഹോട്ട് റൈറ്റ് നോർമൽ യെസ് മോര് കറി ചോറ് ഓക്കെ യെസ് ഞങ്ങളെ രണ്ടുപേരെ ട്രീറ്റ് ചെയ്യാൻ ഇവിടെ 1 2 3 4 പേര് വന്നിക്കണേ ഇവിടെ വേറെ ആരും കയറലില്ലാന്ന് തോന്നണേ ഓക്കെ ഇതെന്താ അറിയില്ല ഉരുളക്കിഴങ്ങ് so many varieties papad ദാലിനാണ് സാമ്പാർ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല എന്നാലും കഴിച്ചു നോക്കാം it's not stopping to place വിശന്നിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ടൈമില്ല no kuch nahi hoga chalo let's try നല്ല കിഡിലും ഭക്ഷണം ചോറിന് 120 രൂപ ആയിട്ടുള്ളൂ ആ കണ്ടേന് പിന്നെ 240 ടോട്ടൽ ബില്ലായി 1 രൂപ വെള്ളം എടുത്തിനു ഒരെണ്ണത് ഫ്രീ നല്ല ആൾക്കാർ അടിപൊളി അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് നേരെ വിടട്ടെ ഇനിയും 199 കിലോമീറ്റർ പോകാണ്ട് നമ്മളിത് ആ ഹൈവേയിലൂടെ ഉള്ള യാത്ര രാത്രി 8:47 തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം 96 കിലോമീറ്റർ ഉണ്ട് ഈ ഹൈവേയിലൂടെ പോകാൻ 97ാമത്തെ കിലോമീറ്ററിൽ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ എത്തും ചെയ്യും ഹൈവേന്ന് 1 കിലോമീറ്റർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ആ ആളെ എടുത്തെത്തും ചെയ്യും അപ്പോൾ അടിപൊളിയാണ് രാത്രി നല്ല ഹൈവേ ഒരു പ്രശ്നമില്ല എങ്ങാനും ഒരു 100 മീറ്റർ എങ്ങാനാണ് റോഡൊക്കെ ഒരു ഡീവിയേഷൻ വരുന്നത് വേറെ ഒന്നും വരുന്നുമില്ല ഓൾ സെറ്റാണ് അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് 96 കിലോമീറ്റർ നമ്മൾ ഓടിയെത്തുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ വെച്ച് പിടിക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊരു ചായ പിടിക്കും എന്നിട്ട് വിടും അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ കനത്ത മഴയാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഓ പെട്ടെന്ന് മഴ പെയ്യായിരുന്നു എൻ്റെ പൊന്നു എൻ്റെ മോനെ അത് ചുഴലിക്കാറ്റും എൻ്റെ മോനെ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവില്ല
അത് അമ്മാരി ലെവലിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴ എന്ന് വെച്ചാൽ കനത്ത മഴ, ഒന്നും കാണുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നത്. വെള്ളം ഉള്ളിലോട്ട് ഒലിച്ചിറങ്ങുന്നുണ്ട്. ഫുള്ള് നനഞ്ഞ് കഴിച്ചു, ഓണൊക്കെ നനഞ്ഞ് പിണ്ടായി, അമ്മാതി സൈക്ലോൺ മഴ. സോ ഗൈസ്, ഫൈനലി നമ്മൾ വിജയവാഡ എത്തി. നിങ്ങൾക്കൊരു കാര്യം അറിയോ, വെറും 300 കിലോമീറ്റർ ഓടാൻ വന്നാൽ ഞങ്ങൾ 620 കിലോമീറ്റർ ഓടി. ചരിത്രം, ഈ ജീപ്പ് ചരിത്രമാക്കിയിരിക്കുന്നു കേട്ടോ. ജീപ്പായിട്ട് ഒറ്റയടിക്ക് 600 കിലോമീറ്റർ ഓടി അറിയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒറ്റ ദിവസം കൊണ്ട് 600 കിലോമീറ്റർ. രാവിലെ 9:30 ഇറങ്ങി രാത്രി 10:30 എത്തി. സോ ബാക്കിയൊക്കെ ഇവിടുത്തെ ജസ്റ്റ് തളർന്നെന്ന് വെച്ചാൽ നമ്മൾ 300 കിലോമീറ്ററിന് ഇറങ്ങി 600 കിലോമീറ്റർ ഞങ്ങളൊരു 6:30 ആയപ്പോഴാണ് ഉച്ചക്കത്തെ കഴിച്ചത്. ഈ ഹൈവേയിൽ ഫുഡ് ഇല്ലല്ലേ, വളരെ കുറവാണ്. ഒരു മിനിറ്റ്, ഇതെന്താ പറയുക, പെട്ടെന്ന് ഓഫാക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഓഫാക്കിയിട്ട് വണ്ടിക്ക് പണി കിട്ടുന്നുണ്ട് എന്നാണ്. നമ്മൾ ഫൈനലി നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് റൂം. അതായത് പിന്നെ അയ്യോ ഓരെ കാണിച്ചു തന്നില്ല അല്ലേ. ഞാൻ നാളത്തെ വീഡിയോയിൽ ഇവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. 3 മലയാളികളുണ്ട്. അതിൽ ഷിബിൻ എന്ന് പറയുന്ന ബ്രോൻ്റെ പുള്ളീൻ്റെ റൂമാണിത്. പുള്ളീൻ്റെ കമ്പനി റൂമാണിത്. അപ്പോൾ പുള്ളിയാണ് നമ്മൾ കോൺടാക്ട് ചെയ്ത് സെറ്റാക്കി തന്നെ. അപ്പോൾ താങ്ക് യു ബ്രോ. നാളെ അവരെ കാണിച്ചു തരാം, വിശദമായി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നല്ല റൂമാണ്, നല്ല ഏച്ചിയും കാര്യങ്ങൾ അതൊക്കെ സെറ്റപ്പ് ഉണ്ട്. അപ്പം ഇപ്പോൾ മനസ്സിലായില്ലേ, പിന്നെ ഒരു പ്രതീക്ഷയാണ്. ഇന്ന് 600 കിലോമീറ്റർ ഓടാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അത്രയും കിലോമീറ്റർ ഓടിയത്. അപ്പം ഇനി നാളെ ഇവിടുന്ന് വിടണം. അത് എങ്ങോട്ടാണെന്നൊക്കെ ഉള്ളത് രാത്രി ഇനി പ്ലാൻ ചെയ്യണം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഗൈസ്, ഗുഡ് ബൈ.